കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്ന മുതിർന്നവർക്കും എന്നാൽ കുട്ടികൾക്കൊക്കെ ഫേവററ്റ് ആയിട്ടുള്ള പാൽക്കുഴക്കട്ടയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. സിമ്പിളാണ്. നെയ്യും പാലും ശർക്കരയൊക്കെ ചേർന്ന് കൂടെ കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ചേർത്ത് ഒരടിപൊളി ടേസ്റ്റിലുള്ള പാൽക്കുഴക്കട്ടയാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ. ആദ്യം നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം തിളപ്പിക്കണം. അതിലേക്ക് ഉപ്പിട്ട് തിളപ്പിച്ചെടുത്തിട്ട് പത്തിരിക്കോ അല്ലെങ്കിൽ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയില്ലേ, നൈസ് പൊടി, ആ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുഴയ്ക്കണം. ഇങ്ങനെ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഒരല്പം നെയ്യ് ചേർത്തിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നെയ്യാവുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു സോഫ്റ്റും ആയിരിക്കും. നെയ്യോ ബട്ടറോ ചേർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് കയ്യിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. വളരെ എളുപ്പമാണ്. ഒന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ ഉരുളകളാക്കിയിട്ടും എടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരോ ഇഷ്ടം പോലെ ചെയ്യാം. ശർക്കരയും പാലും നെയ്യൊക്കെ ചേർന്ന് പിടിക്കാനും ഒരു വെറൈറ്റിയാണല്ലോ, കാണുമ്പോൾ ഒരു രസമായിരിക്കും. അതുകൊണ്ടാണ് ഇതേപോലെ കനം കുറച്ച് നീളത്തിലൊന്ന് ജസ്റ്റ് ഉരുട്ടിയെടുത്തത്. മാവ് കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്നും കിട്ടില്ല കേട്ടോ. നോക്കിയിട്ട് വേണം ചെയ്യാൻ. എന്നിട്ടൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം. നമുക്ക് നന്നായി ഒന്ന് വേവിച്ച് എടുത്ത് വെക്കണം. ഒരു സ്റ്റീമറിലോ ഇഡ്ഡലി ചെമ്പിലോ ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ കൊഴുക്കട്ടയൊക്കെ വേവിച്ചെടുക്കുന്നില്ലേ, അതേപോലെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർക്കുന്നതിനെക്കാട്ടി നല്ലത് ശർക്കര ചേർക്കുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരച്ച് ശർക്കര ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് ഉരുക്കിയെടുത്തു കേട്ടോ. ഉരുക്കിയൊന്ന് അരിച്ചെടുക്കണം. നമുക്കതൊന്ന് തണിയാനായിട്ട് വെക്കാം. അരിച്ചെടുക്കണം, അതിൽ പൊടികളൊക്കെ ഉണ്ടാവും. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള കാഷ്യൂനട്ടും മുന്തിരിയും ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു സ്വാദാണ്. എല്ലാം കയ്യിലുള്ളതുപോലെ ചെയ്താൽ മതി കേട്ടോ. നിലക്കടല വേണമെങ്കിലും ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കില്ലേ കേട്ടോ. വീഡിയോ ഹൈപ്പും കൂടി ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും കൂടി മറക്കണ്ട. ഇതാ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നു. ഇതിലേക്ക് ഈ നെയ്യും ഇതൊക്കെ ചേർന്ന് നമുക്ക് കുഴക്കട്ട റെഡിയാക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലായാലും പശുവിൻ പാലായാലും മതി. ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. കൂടെ നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ചെടുത്തുള്ള ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തു. ഇതൊരു പിങ്ക് ശർക്കരയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കളറ്. ബ്ലാക്കോ വൈറ്റോ ഒക്കെ ആണെങ്കിൽ കളർ ചേഞ്ച് ആയിട്ടുണ്ടാവും. കൂടെ ഒരു സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഫ്ലേവറിന് വേണ്ടി ചേർത്തു. എന്നിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അതായത് ഇതിലേക്ക് ക്യാമറ അത്ര കാണുന്നില്ല, അപ്പോൾ ഞാൻ നേരത്തെ പാനിലേക്ക് തന്നെ മാറ്റിയിട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. തിളച്ചിട്ടൊന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി വരുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്തെടുത്ത് വെച്ചാൽ കുഴക്കട്ട ഒന്ന് തണിഞ്ഞിട്ടുണ്ടാവും. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളയ്ക്കണം. കുത്തിപ്പൊടിക്കൊന്നും വേണ്ട, പൊടിയില്ല, എന്നാലും നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ചേർത്ത് ഒരല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് സിമ്മിലിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കുഴക്കട്ടയിലേക്ക് മധുരവും നെയ്യും എല്ലാം ചേർന്ന് പിടിക്കട്ടെ. പാലങ്ങ് കുറുകി വരണം. അപ്പോഴാണ് ഇതോട് കൂടെ ചേർന്നെടുത്ത് കോരി കഴിക്കുമ്പോൾ നല്ല രുചിയായിട്ടുണ്ടാവുക. നന്നായിട്ടുണ്ടാവുക. ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. കുറച്ച് അധികമൊക്കെ ഉണ്ടാക്കിയാൽ സൂപ്പറാണ്.